ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയും ഇതിനെക്കുറിച്ചിട്ടാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഒരു ഷർട്ട് ഫോൾഡ് ചെയ്ത പോലെ ഇല്ലേ, ഇത് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേയ്ക്ക് കുഞ്ഞു മക്കൾക്ക് കുറച്ച് സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടി ഞാൻ മേക്ക് ചെയ്തെടുത്തതാണ്. ഇത് എനിക്ക് കിട്ടിയൊരു വർക്കാണ്, അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഇതുപോലുള്ള ഒരു ബ്രൗൺ കവറാണിത്. കവർ എടുക്കുക, കുറച്ച് ലെങ്ത് ഉള്ളതായിക്കോട്ടെ. നിങ്ങൾ എന്താണ് കവറിൽ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ലെങ്ത് ഉള്ളത് എടുക്കുക. എനിക്ക് കുറച്ച് ലെങ്ത് ഉള്ളതായിരുന്നു ആവശ്യം. കാരണം എന്താ വെച്ചാൽ എനിക്ക് മഞ്ചൊക്കെ ഇടുന്നത്, അത് കുറച്ച് നീളമുള്ള സ്വീറ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് മഞ്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാലും എനിക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അത്രയും ഭാഗം ഇപ്പോൾ കാണിച്ച അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത്രയാണ് എനിക്ക് ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലൊരു വൈറ്റ് ഷീറ്റ് വേണം. വൈറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ചാർട്ട് പേപ്പറില്ലേ, അതുപോലത്തെ ഒരു ഷീറ്റ്, കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. പിന്നെ അത് നമുക്ക് ഒരു ടൈ ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒരു ടൈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ എടുക്കുന്ന കവറിന് അനുസരിച്ച് ഏകദേശം എത്രയാണ് സൈസ് വേണ്ടത് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ടൈ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഒരു ടൈ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വിട്ട് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് തന്നെ ഞാനതൊന്ന് കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നാലാണ് ആ കവറിന് കറക്റ്റായിട്ടുള്ളൊരു കറക്റ്റ് ഷേപ്പിലും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. കളർ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഫ്ലാഗിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ആ ഷെയ്ഡ് തന്നെ കൊടുക്കാം. ഇത് നമുക്ക് ആദ്യം എടുക്കേണ്ടത് എന്തായിരുന്നു, ഇതുപോലെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തു. ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്രയോൺസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാം. ഞാൻ ഇതൊരു സ്കെച്ചാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ സ്കെച്ച് വെച്ചിട്ടാണ് ഞാൻ വരച്ചെടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കളറുള്ള കളേഴ്സ് പേപ്പർ കിട്ടും, അത് വെച്ചിട്ട് വെട്ടി എടുത്താലും മതി. അപ്പോൾ അതിന് ടൈം എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് തലേദിവസം കിട്ടിയൊരു വർക്കാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേപ്പർ കളക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്തത്. എൻ്റെ കയ്യിൽ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആ കളേഴ്സ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓറഞ്ച് ഫസ്റ്റ് നമ്മൾ ഷെയ്ഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് സെൻറ്ററിൽ വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ വൈറ്റ് അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ദെൻ ചെയ്യുന്നത് ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുകയാണ്. ഗ്രീൻ ഷെയ്ഡ് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വരേണ്ടത് എന്താണ്, സെൻറ്ററിൽ നമ്മൾ എന്ത് ബ്ലൂ ആണ്, നേവി ബ്ലൂ വെച്ചിട്ട് അശോക ചക്രം വരച്ചു കൊടുക്കുകയാണ്. അത് വരച്ചു കൊടുത്തപ്പോൾ ആ ടൈയുടെ കാര്യം നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. നന്നായി ഭംഗിയിൽ വരയ്ക്കുക. സർക്കിൾ ഭംഗിയിൽ വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾ സർക്കിൾ ഷേപ്പ് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. ഇത് കണ്ടു, ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ടൈയുടെ കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് അതിൻ്റെ കവറിൽ നമുക്ക് എന്ത് മെറ്റീരിയൽസ്, എന്താണ് സ്വീറ്റ്സ് ആണോ, എന്താണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ വർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ എല്ലാ ഹെയർ ക്ലിപ്സ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഹെയർ ക്ലിപ്സ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മടക്കി കൊടുക്കുക, ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന വിധത്തിൽ, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാത്ത വിധത്തിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയും പ്രാവശ്യം ഞാൻ 3 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്താണ് ബാക്കി കിടക്കുന്നത്. കണ്ടോ, ഇനി അതിൻ്റെ ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഈ സൈഡും ലെഫ്റ്റും റൈറ്റും സൈഡും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇങ്ങനെ. ഇനി വേണ്ടത് നമുക്ക് ഒരു ഗ്ലൂ ആണ്. ഗ്ലൂ കുറച്ച് പേപ്പർ ഗ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഉള്ളത് ഈ ഗ്ലൂ ആയതുകൊണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മളത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, ആ ഫസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്ത എൻഡിൽ വെച്ചിട്ട് വേണം നമ്മളത് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ആ ഫോൾഡ് ചെയ്തത് ഇത് ഷർട്ടിൻ്റെ കോളർ മടക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അവിടെ ഒന്ന് ഗ്ലൂ വെക്കണം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ മറ്റേ സൈഡും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കുന്ന ഭാഗം അവിടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇത്രയായി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത രണ്ട് ലെഫ്റ്റും റൈറ്റും സൈഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇട്ട ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് നമുക്ക് ഗ്ലൂ വെക്കണം. അതിന് രണ്ട് സൈഡും നമ്മൾ ഗ്ലൂ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ സൈഡും നമ്മളൊന്ന് ഗ്ലൂ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള ഇത് നമുക്ക് പുറത്ത് പോവില്ല, സേഫായിട്ട് ഇരുന്നോളും. ഇതാണ് കവറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.